രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ അടിച്ചോടിച്ച് ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാം എന്ന് കരുതുന്നവർക്ക് ബംഗ്ലാദേശ് ഒരു പാഠമാണ്. ആഗോളതലത്തിലുള്ള സമ്മർദ്ദം ബംഗ്ലാദേശിനെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കുന്നു. മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ മത നേതാക്കളെ കണ്ടു, അവരുടെ സഹകരണം തേടി. ന്യൂനപക്ഷങ്ങൾക്ക് എതിരായ ആക്രമണങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാർ തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയിച്ചു. മത നേതാക്കളുടെ യോഗത്തിൽ സംസാരിച്ച യൂനുസ് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ആഗോളതലത്തിൽ ഒരു വലിയ പ്രശ്നമായി ഉയരുന്നുണ്ട് എന്ന് വ്യക്തമാക്കി. വിദേശ മാധ്യമങ്ങൾ യാഥാർത്ഥ്യമല്ല റിപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. വാർത്തകളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ കൃത്യമായ ഒരു വിവരം ശേഖരിക്കാൻ അദ്ദേഹം തയ്യാറാവുകയാണ്. കൃത്യമായ വിവരങ്ങൾ അറിയിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് യൂനുസ് പറയുന്നു. എല്ലാ വിദേശ മാധ്യമങ്ങളെയും യൂനുസ് കുറ്റം പറയുന്നില്ല. ഒരു വിഭാഗം മാധ്യമങ്ങൾ എന്നാണ് യൂനുസ് പറയുന്നത്. പക്ഷേ അത് ഏത് മാധ്യമമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യയിലെ മാധ്യമങ്ങളെയായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. ഏതായാലും ഹൈന്ദവ സമൂഹത്തിനെതിരെയുള്ള ആക്രമണം ആഗോളതലത്തിൽ വലിയ ചർച്ചാ വിഷയമാകുന്നു എന്ന് ബംഗ്ലാദേശ് അംഗീകരിക്കുകയാണ്. ധാക്കയിലെ ഫോറിൻ സർവീസ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ വിവിധ മത നേതാക്കളും ആയി യൂനുസ് സംസാരിച്ചു. വിവിധ മതവിഭാഗങ്ങളുടെ അംഗങ്ങളെ കണ്ടു. നമ്മൾ പരസ്പരം ശത്രുക്കളല്ല എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ന്യൂനപക്ഷ അവകാശങ്ങളുടെ ലംഘനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം നടത്തുന്നവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആളുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വിവരങ്ങൾ നൽകുന്നവർക്ക് പ്രശ്നമുണ്ടാകാതെ സുരക്ഷിതമായി ഈ വിവരങ്ങൾ ശേഖരിക്കും എന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു. സമത്വത്തിൻ്റെ പ്രാധാന്യം ആവർത്തിക്കുകയാണ് ഇപ്പോൾ യൂനുസ്. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗമാണ്. എല്ലാവർക്കും തുല്യമായ അവകാശമുണ്ട്. കുറ്റവാളികൾ അവരുടെ പ്രവൃത്തിക്ക് ഉത്തരവാദികളായിരിക്കും എന്ന് യൂനുസ് ആ നാടിനെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരായി എന്തെങ്കിലും സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ കർശന നടപടിയുണ്ടാകും. അത് സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ ശേഖരിക്കും. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ അദ്ദേഹം പറയുന്നു. കുറ്റവാളികൾ അവരുടെ പ്രവൃത്തികൾക്ക് ഉത്തരവാദികളായിരിക്കും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ തടയുന്നതിനും ഇരകൾക്ക് ഉടനടി നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതിനുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള കാര്യങ്ങൾ താൻ ചെയ്തു എന്നാണ് ബംഗ്ലാദേശിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് പറയുന്നത്. ബംഗ്ലാദേശിലെ ഭൂരിഭാഗം ജനങ്ങളും താൻ പറയുന്നതിനോട് യോജിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദുർഗാപൂജയ്ക്കിടെ ധാക്കയിലെ ധാക്കേശ്വരി ക്ഷേത്രം സന്ദർശിച്ചതിനെ പരാമർശിച്ച് രാജ്യത്തെ ഹിന്ദു ഉത്സവങ്ങൾ വളരെ ആഘോഷമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും ചേർന്ന് ഈ പരിപാടി ഒരു ദേശീയ ഉത്സവമാക്കി മാറ്റണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. ഹൈന്ദവ സമൂഹത്തിൻ്റെ പ്രധാന ആവശ്യം സമത്വമായിരുന്നു. സംസാരിക്കാനുള്ള അവകാശം, മതം ആചരിക്കാനുള്ള അവകാശം, ജോലി ചെയ്യാനുള്ള അവകാശം. ഈ അവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അവ ഉയർത്തിപ്പിടിക്കേണ്ടത് ബംഗ്ലാദേശിൻ്റെ കടമയാണ് എന്നും യൂനുസ് ഓർമ്മിപ്പിക്കുകയാണ്. ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ ഓഗസ്റ്റ് 5 വീണതിനു ശേഷം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹിന്ദു സമൂഹം 50 ജില്ലകളിലായി 200 ഇടങ്ങളിലാണ് ആക്രമണങ്ങൾ നേരിട്ടത്. അന്നൊക്കെ ഇതെല്ലാം തെറ്റായ വാർത്തകൾ എന്ന് പറഞ്ഞിരുന്ന യൂനുസ് ഇപ്പോൾ കാര്യങ്ങളുടെ യഥാർത്ഥ ഗൗരവം തിരിച്ചറിയുന്നു.